ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ബ്രൗണീൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമ്മുടെ മക്കളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ ഇത്. അപ്പോൾ അതെങ്ങനെ റെഡിയാക്കുന്നു, അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ആദ്യം ഒരു ബൗൾ എടുക്കുക, എന്നിട്ട് ഇതിലേക്ക് 200 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ബട്ടറാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ മിൽക്ക് മിസ്റ്റിൻ്റെ അൺസാൾട്ടഡ് ബട്ടറാണ് എടുത്തിട്ടുള്ളത്. അത് റൂം ടെമ്പറേച്ചറുള്ളത് കേട്ടോ. അതും കൂടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കണം കേട്ടോ. ഇപ്പോൾ ഇവിടെ ഇതാ നമ്മുടെ ചോക്ലേറ്റും ബട്ടറും നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി ഇവിടെ ഞാനൊരു ഡ്രൈ ആയ ബൗളിലേക്ക് 3 മുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരക്കപ്പ് പൊടിച്ച പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ നിറച്ചും ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ, കുറച്ചിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ടീസ്പൂണ് വാനില എസൻസും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് നേരത്തെ മെൽറ്റാക്കി വെച്ച ചോക്ലേറ്റും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കൊന്ന് പൊടി ഐറ്റംസ് അരിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഞാൻ ഒരു അരിപ്പിയിലേക്ക് 3/4 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 കപ്പ് കൊക്കോ പൗഡർ, പിന്നെ ഒരു നുള്ള് ബേക്കിംഗ് പൗഡർ കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. ഇനി മുട്ടേൻ്റെ മിക്സിലേക്ക് നമ്മൾ അരിച്ച് വെച്ച ഈ ഒരു മൈദേൻ്റെ മിക്സ് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇവിടെ ഇതാ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇത് കുറച്ച് തിക്കായിട്ടായിരിക്കും കേട്ടോ കിട്ടുക. അപ്പോൾ ഇനി നമുക്കിത് ഏത് ഷേപ്പിലുള്ള ട്രേയിൽ ഒഴിച്ച് വെക്കാം. ഇവിടെ ഇപ്പോൾ ഞാൻ സ്ക്വയർ ടൈപ്പിലുള്ള ട്രേ ആണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് ബട്ടറൊക്കെ അപ്ലൈ ചെയ്തിട്ട് ബട്ടർ പേപ്പർ വിരിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിൽ ബബിൾസ് എല്ലാം ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് ഞാൻ സ്റ്റിക്ക് വെച്ചിട്ടൊക്കെ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഡെക്കറേറ്റ് ചെയ്തെടുക്കലാണ് കേട്ടോ. അപ്പോൾ അതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളിഷ്ടമുള്ള രീതിയിൽ ഇതിൻ്റെ മുകളിൽ ഇടാം, നട്ട്സ് ഇടാം, പിന്നെ അതുപോലെ ചോക്ലേറ്റ് പീസും ഇടാം. അപ്പോൾ ഇവിടെ ഞാൻ ചോക്ലേറ്റിൻ്റെ പീസാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അത് ഡാർക്ക് ചോക്ലേറ്റിൻ്റെ തന്നെയാണ് കേട്ടോ. അത് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്കിത് ബേക്കായിട്ട് വരുമ്പോൾ ഇത് കുറച്ചും കൂടി നല്ലൊരു എന്താ പറയുക ക്രീമി ആയിട്ട് കിട്ടും കേട്ടോ. ഈ ഒരു ചോക്ലേറ്റ് മെൽറ്റായിട്ട് നല്ല ക്രീമി ആയിട്ടായിരിക്കും ഉണ്ടാവുക. നട്ട്സ് ആണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, എന്താണെന്ന് നിങ്ങളുടെ ഇഷ്ടം അതിനനുസരിച്ചിട്ട് ചെയ്യാം. ഇതാ കുറച്ചും കൂടി ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ പ്രീഹീറ്റ് ചെയ്ത OTGയിലേക്ക് ഞാനൊരു 150 ഡിഗ്രിയിൽ 20 മിനിറ്റാണ് ഞാനിവിടെ ടൈം കൊടുക്കുന്നത്. അങ്ങനെ നമുക്ക് കൊടുത്തിട്ട് നോക്കാൻ പോരാന്നുണ്ടെങ്കിൽ വീണ്ടും ഇത് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ.
അപ്പോൾ ഇതിലേക്ക് വീണ്ടും ഞാനൊരു 10 മിനിറ്റ് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിന്. അപ്പോൾ ടോട്ടൽ 30 മിനിറ്റ് തന്നെ എനിക്ക് വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെ ഓവൻ്റെ ചൂടിനനുസരിച്ചിട്ട് നിങ്ങളിത് ബേക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ ഇവിടെ ബ്രൗണി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂട് പോയതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഞാൻ ഇതിന് മുന്നേ ഒരു ബ്രൗണീൻ്റെ റെസിപ്പിയും കൂടി നമ്മൾ ഈ ഒരു ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കാണാത്തവർ ഒന്ന് പോയി കണ്ടു നോക്കുക, അതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതെന്ന് വെച്ചാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ബ്രൗണി തന്നെയാണിത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്